കേരള ക്രിക്കറ്റ് സാഗ എത്തി നിൽക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കി തൊടുപുഴയിൽ KCAയുടെ ഫെസിലിറ്റിക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ 2 ഗ്രൗണ്ടുകളുണ്ട്. ആ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടു കഴിഞ്ഞാൽ കളിക്കാൻ തന്നെ തോന്നും. അപ്പോൾ നമുക്കിവിടെ KCL ഇപ്പോൾ ഇടുക്കി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ബിജുമോൻ സാറും അതേപോലെ പ്രസിഡൻറ്റ് മധു സാറും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അക്കാഡമി എത്രയും വേഗം പൂർത്തിയാക്കി അവിടെ അതിന് എല്ലാ ഇതും വെച്ച് അക്കാഡമി കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ജിമ്മ് അതുപോലെ എല്ലാ സംവിധാനങ്ങളും പിള്ളേർക്ക് വേണ്ടിയിട്ട് KCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഗ്രൗണ്ടിൽ തന്നെ ഫുൾ ഇത് വരും. ഇപ്പോൾ 2 ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് 4 ടീമിന് ഒരേ സമയം കളിക്കാനുള്ള തന്നെ സാഹചര്യമുണ്ട് ഇവിടെ. അപ്പോൾ അതുപോലെ KCA എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലെന്ന് പറഞ്ഞൊരു ക്രിക്കറ്റിൻ്റെ കൾച്ചറുള്ള ശരിക്കുള്ള സ്ഥലമാണ് ഹൈ റേഞ്ച്. ലോ റേഞ്ചിൽ നല്ല കൾച്ചറുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആ രീതിയിൽ പിള്ളേരെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പിള്ളേരായി തുടങ്ങി വരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഏകദേശം KCAയിൽ തന്നെ ഞങ്ങളുടെ 5ഓളം പ്ലെയേഴ്സുണ്ട്. അതിൽ 3 പേര് ഹൈ റേഞ്ചിൽ നിന്നാണ്. സച്ചിൻ ബേബി ഉൾപ്പെടെ. സച്ചിൻ ബേബി ഉണ്ട്, ആനന്ദ് ജോസഫ് ഉണ്ട്, നമ്മുടെ അനീഷ്, പിന്നെ ലോ റേഞ്ചിൽ നിന്ന് നമ്മുടെ അഖിലുണ്ട്, അതുപോലെ ജോബിനുണ്ട്. അപ്പോൾ 5 പേര് KCAയിൽ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം IPLലും ഇന്ത്യൻ ടീമിലേക്കൊക്കെ ഇടുക്കിയിൽ പ്ലെയേഴ്സിനെ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ ഇടുക്കിയിലെ പല സെൻറ്ററുകൾ തുടങ്ങി പ്ലെയേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സും ഒന്ന് തൊടുപുഴയുണ്ട്. KCA ഞങ്ങളെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിള്ളേർക്ക് എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും ക്രിക്കറ്റ് അസോസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇടുക്കിയിലെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളെ ഇവർ സ്കൗട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്രൊസീജിയറും പ്രോസസ്സും ഒക്കെ നമ്മൾ കേട്ടു. ഇനി ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ചുണക്കുട്ടികളുണ്ട്, ഒപ്പം 2 യുവ കോച്ചുമാരുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് അവരോട് ചോദിക്കാം. KCAയുടെ ഒരു ബോയ്സ് അക്കാഡമിയാണ് കേരളത്തിലുള്ളത്. ബാക്കി 2 അക്കാഡമി വുമൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ. ഇപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്ന സമയത്ത് ഓൾ കേരള സെലക്ഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 350-400 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് സെലക്ട് ചെയ്ത 15 പേരാണ് ഇവർ. പ്രാക്ടീസ് സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് നോക്കുന്നുണ്ട്. പിന്നെ സ്കിൽ പരമായിട്ട് ക്രിക്കറ്റ് ടെക്നിക്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫീൽഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവരെ അവൈലബിൾ ആണ്. നമുക്ക് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചുണ്ട്. അപ്പോൾ എനിക്ക് ക്രിക്കറ്റ് സ്കിൽസും കാര്യങ്ങളും നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരും തന്നെ ഫീൽഡിങ്ങും കാര്യങ്ങളും നല്ല രീതിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതോടുകൂടി ക്രിക്കറ്റിൽ ഇവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു അക്കാഡമിയിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്ലെയറിന് വളർന്നു വരാൻ വേണ്ട എല്ലാ ഫെസിലിറ്റീസും, ഗ്രൗണ്ടുണ്ട്, 2 വലിയ ഗ്രൗണ്ടുകളുണ്ട്, ഒരുമിച്ച് ഒരു 2 ടീമിന് കളിക്കാനുള്ള 4 ടീമിന് കളിക്കാനുള്ള ഗ്രൗണ്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ പ്ലെയറിൻ്റെയും ഫെസിലിറ്റീസ്, അവർക്ക് അവരുടെ ഗ്രോത്തിന് വേണ്ട ഡയറ്റ് നോക്കാനുള്ള ആൾക്കാരുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു പ്ലെയറിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയും ഇടുക്കിയിൽ നിന്ന് IPL താരങ്ങളുണ്ടാവട്ടെ, അതുപോലെ ഇന്ത്യക്ക് വേണ്ടിയും ഇടുക്കിയിൽ നിന്ന് താരങ്ങളുണ്ടാവട്ടെ. അങ്ങനെ നമുക്ക് ഇടുക്കിയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോകാം.